പൾസ് പോളിയോ മിസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഇനി വരുന്ന 3 ദിവസം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കും എൻ്റെ കുട്ടിക്ക് പൾസ് പോളിയോ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നുണ്ടായൊരു പനി മൂലം ഡോക്ടർ നിർദ്ദേശിച്ചു ഒരു 2 ദിവസം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന്. സോ അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടിക്ക് ഇനി ആഫ്റ്റർ 2 ഡേയ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നിങ്ങളോട് പറയാനുള്ളത്. സൺഡേ പോളിയോ മിസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ 3 ദിവസവും പോളിയോ തുള്ളിമരുന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ വാക്സിനേഷൻ സെൻ്ററിലോ ചെന്നാൽ നിങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് മസ്റ്റായിട്ട് പോകുന്നതിന് മുന്നേ ആശാവർക്കറിനോടോ ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരോടോ ഒന്ന് അന്വേഷിച്ച് കൺഫേം ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് മേജർ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ആലുവ, കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ പോളിയോ ബൂത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചപ്പോഴും അവരും ബുധനാഴ്ച വരെ ആ പോളിയോ ബൂത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ തുടരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രാവലിംഗ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പോളിയോ ഡ്രോപ്സ് എടുക്കുക. എന്തെങ്കിലും പനിയോ ബുദ്ധിമുട്ടോ കുട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ ഒന്ന് കാണിച്ചിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് എടുക്കുക. എൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് ടൈമുള്ള ഫീവർ ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം മേ ബി ഡോക്ടർ പറഞ്ഞത്. ബട്ട് ഓൾവേസ് കൺഫേം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.